ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ കുട്ടികൾ രണ്ടാളും എണീറ്റിട്ടില്ല, ഇന്ന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ നൂൽപുട്ട് എന്നാണ് കേട്ടോ പറയുക, ചിലവിടെ നൂലപ്പം എന്നും ഇടിയപ്പം എന്നും ഒക്കെ പേരുണ്ട്. അപ്പോൾ പൊടി വാട്ടാനായിട്ടുള്ള വെള്ളം ഞാൻ എന്താ അടുപ്പത്ത് വെച്ച് തിളച്ച് വന്നപ്പോൾ അതിലോട്ട് ഉപ്പിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ പൊടിയിലോട്ട് ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടി ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. ചിലവർ തിളച്ച വെള്ളത്തിലോട്ട് പൊടി ഇട്ടിട്ട് വാട്ടുന്നവരുണ്ട്. ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറ്. പൊടിയിലോട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി ആ മാവിന്, നമ്മുടെ നൂലപ്പത്തിനുള്ള ആ മാവിൻ്റെ പരുവാവുന്നത് വരെ ഇളക്കിയെടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്യാറ്. ഇഡ്ഡലി ചുടുന്ന പാത്രത്തിൽ തന്നെയാണ് കേട്ടോ നൂലപ്പവും ചുട്ട് എടുക്കാറ്. അപ്പോൾ ദാ ആ പാത്രത്തിലൊക്കെ ഒന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എടുത്താൽ വേഗം കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ദാ നൂലപ്പത്തിൻ്റെ താഴെയിലോട്ട് മാവൊക്കെ ഇട്ട് അത് അടച്ച് നമ്മൾ പിഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അവിടെ അഫിലു എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ആളാണ്. അപ്പോൾ അവൻ എണീറ്റ് വന്നിട്ടുണ്ട്. അവൻ എണീറ്റ് അവനുള്ള പണിയാണ് നമ്മുടെ പട്ടികളെ രണ്ടാളെയും മൂത്രമൊഴിപ്പിക്കാനും അപ്പിടിക്കാനും കൊണ്ടുപോകല് അവൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ അവനതാ എണീറ്റ് നേരെ അവരുടെ അടുത്ത് പോയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഞാൻ കഴുത്തിൽ ലീഷ് ഇടാൻ ഞാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അവനത് ഇടാൻ കിട്ടില്ല. അപ്പോൾ ഞാൻ പിടിച്ചു കൊടുത്തിട്ട് ലീഷൊക്കെ ഇട്ട് അവനതാ നടത്തിക്കാൻ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വേഗം വന്നിട്ട് നമുക്ക് നൂലപ്പത്തിന് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ള തേങ്ങ ചിരവുകയാണ്. അപ്പോഴത്തേക്കും എന്താ അവൻ റാണിനെ മൂത്രമൊഴിപ്പിച്ച് കൊണ്ട് കൂട്ടിലാക്കി. എന്നിട്ട് അടുത്ത ആളെയും കൊണ്ട് പോവാണ് കേട്ടോ. അടുത്ത ആളുടെ പേര് ബെല്ല എന്നാണ് കേട്ടോ. അപ്പോൾ അവളെയും കൊണ്ട് പോയി. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ നൂലപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നൂലപ്പം ഞാനിതാ കാസറോളിലോട്ടൊക്കെ മാറ്റി. അപ്പോഴത്തേക്കും അഫ്ലു അതാ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയായിരുന്നു കേട്ടോ. യൂണിഫോമൊക്കെ ഇടുമായിരുന്നു. സമയം 7:30 ഇവിടുന്ന് 8:10 പോകണം കേട്ടോ. 8:20 വണ്ടി വരും. അപ്പോൾ അതാ നൂൽപുട്ടിനുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് ഇതാ തേങ്ങ അരച്ച് അത് ഞാൻ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ. കൈ കൊണ്ട് തന്നെ കേട്ടോ ഞാനിങ്ങനെ പിഴിയാറ്. എന്നിട്ട് അതിലൊരു നുള്ളു ഉപ്പും ഒരു നുള്ളു പഞ്ചസാര ഇടും കേട്ടോ, ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ റെഡിയായി. അവനത് വെച്ച് കൊടുത്തു. അപ്പോൾ അവനത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ എമിൽ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അവനിതാ പല്ല് തേപ്പിച്ച് കൊടുക്കാനും അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് നേരം അവൻ്റെ ഓടൊപ്പം നിന്നു കേട്ടോ. പല്ല് തേക്കൽ കഴിഞ്ഞപ്പോൾ അവനെ നേരെ ഞാനിതാ സോഫയിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. പിന്നെ അഫ്ലൂനുള്ള ലഞ്ച് ആക്കി. അവനുള്ള ലഞ്ച് തന്നെയായിരുന്നു കേട്ടോ, നൂലപ്പവും അതേപോലെ തന്നെ തേങ്ങ ചിരവിയത് അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഇതാ ടവലിൽ കെട്ടി. അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവൻ്റെ യൂണിഫോമൊന്നും മുഴുവനായിട്ട് ഇട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ഈ കോട്ടിടാൻ, മുകളിലുള്ള കോട്ടിടാൻ അവന് അറിയില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്ത്. പിന്നെ കഴുത്തിലൊരു ബോ കെട്ടണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കെട്ടി. പിന്നെ നമ്മുടെ ID കാർഡൊക്കെ ഇട്ട് മുടിയൊക്കെ ചീവി കൊടുത്ത് ഞങ്ങളിതാ പോവുകയാണ് കേട്ടോ. നമ്മൾ സ്കൂട്ടിയിലാണ് ഇവിടുന്ന് പോവാറ്. വണ്ടി കുറച്ച് അപ്പുറത്താട്ടോ വരിക, വീടിൻ്റെ ഉമ്മറത്തേക്ക് വരില്ല. അപ്പോൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് വരിക. അപ്പോൾ അവിടെ തൊട്ട് ഞങ്ങളിതാ പോയി അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞതും ഇതാ വണ്ടി വന്നു. അങ്ങനെ അവൻ അതിലോട്ട് കയറ്റി വിട്ടു. പിന്നെ ഞങ്ങളിതാ വീടെത്തി. ഞങ്ങൾ രണ്ടാളും ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് ഞാൻ വാരി കൊടുക്കുന്നുണ്ട്, കൂടെ ഞാനും കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ റാണിക്കും ബെല്ലയ്ക്കുള്ള ഫുഡാണ് ഇട്ടത്. അപ്പോൾ അത് ഞാൻ വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇതാ സിങ്ക് നിറച്ച് പാത്രങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി എന്നിട്ട് ഇതാ പുറത്തോട്ട് പോയി. നമ്മുടെ മൊയലുകൾക്ക് ബെല്ലറ്റാണ് കേട്ടോ രാവിലെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് കോഴികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പഞ്ചായത്തിൽ നിന്ന്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ചോറിന്. അരി കഴുകിയിട്ട് അടുപ്പത്തിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ തിരുമ്പാനുണ്ടായിരുന്നു. അപ്പോൾ തിരുമ്പാനായിട്ട് വാഷിംഗ് മെഷീനിലോട്ടിട്ട് അത് ഓണാക്കി. അപ്പോഴത്തേക്കും നമ്മുടെ കാലൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലോട്ട് കുറച്ച് ചോറിട്ടിട്ട് രണ്ടാൾക്കും ഞാനിതാ ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. ബെല്ലയ്ക്കും റാണിക്കും രണ്ടാൾക്കും കൊടുത്തു. അപ്പോഴത്തേക്ക് മീൻകാരൻ വന്നപ്പോൾ മീൻ മേടിച്ചു കേട്ടോ. ഉച്ചയ്ക്ക് മീൻ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ 10 മണിയായപ്പോൾ നമ്മുടെ എമിലുവിനെ അങ്കലവാടിയിൽ കൊണ്ടാക്കാൻ റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്ഥിരം ഉള്ള കരച്ചിൽ അവൻ ഇന്നും ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴത്തെയും പോലെ ഒരുപാട് കരയുന്നില്ല കേട്ടോ. അവൻ കുറച്ച് കരഞ്ഞിട്ട് അങ്ങനെ നിർത്തും. അവിടെ എത്തുമ്പോഴത്തേനൊക്കെ കരച്ചിൽ നിർത്തും. അപ്പോൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഞങ്ങളെത്തി. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവനോടൊപ്പം ഇരുന്നു കേട്ടോ. എന്നിട്ട് നേരെ കടയിൽ പോയിട്ടോ വെളുത്തുള്ളി വാങ്ങാൻ കയറിയതാട്ടോ. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഇത് പെട്ടത്, അതായത് കടച്ചക്ക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ. അപ്പോൾ ഞാൻ അത് മേടിച്ച് വീട്ടിലോട്ട് വന്ന് പിന്നെ അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് മീൻ നേരാക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ കുറച്ച് വറുക്കാനുള്ള മീൻ മാത്രമേ കേട്ടോ നേരാക്കിയുള്ളൂ. എന്നിട്ടത് വറുക്കാനുള്ള കായൊക്കെ പുരട്ടി വെച്ചു. എന്നിട്ട് നമ്മുടെ കടച്ചക്ക വറുത്തരച്ച് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ കടച്ചക്ക നേരാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ഇവിടെ ഇതിന് കടച്ചക്ക എന്നാണ് കേട്ടോ പറയുക.
അപ്പോൾ അതിൻ്റെ തൊലി എനിക്ക് മുറിക്കാനേ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തൊലി എങ്ങനെയൊക്കെയോ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതാ കഷ്ണം വെട്ടാനും നല്ല പാടായിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ഞാനത് മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ഇതാ കറി വെക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് ഇതാ അതിലോട്ട് നമ്മളിത് ഇറച്ചി വെക്കുന്ന പോലെയാണ് കേട്ടോ വെക്കുന്നത്. അതായത് എണ്ണ ഒഴിച്ച് അതിലോട്ട് വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് അത് വാടി വന്നപ്പോൾ അതിലോട്ട് സവാള ഇട്ടു കേട്ടോ. സവാള നന്നായി വാടി വന്നപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ടു. അപ്പോൾ തക്കാളിയും സവാളയും എല്ലാം നല്ലപോലെ വാട്ടിയെടുക്കുകയാണ് കേട്ടോ. വാട്ടിയെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ മസാലപ്പൊടികളായിട്ടുള്ള ഞാൻ കറിവേപ്പില ഇട്ടു കേട്ടോ അതിലോട്ട്. എന്നിട്ട് നമ്മുടെ മസാലപ്പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, ചിക്കൻ മസാല, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇതിലിടേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാം ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കുക. അതൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന കടച്ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ മസാലയിൽ ഒന്ന് ഈ കടച്ചക്ക മസാലയായിട്ട് ഒന്ന് രണ്ടും കൂടി ഒന്ന് യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. അപ്പോൾ കടച്ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഇവിടെ ഞാൻ ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഇതെല്ലാം ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് അത് നന്നായി വാടി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ തേങ്ങ നമ്മൾ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ തേങ്ങ വറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അപ്പുറത്ത് നമ്മുടെ കറി ആയി വന്നിട്ടുണ്ട്. അതായത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ നന്നായി ചൂടാറിയതിന് ശേഷം അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമ്മൾ ഈ കറിയിലോട്ട് ചേർക്കണം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അല്ല നല്ല ലൂസ് പരുവത്തിൽ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇതാ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ കറി ഇവിടെ ദാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് താളിക്കാനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുകിട്ട് അത് പൊട്ടിക്കുക കേട്ടോ. കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ കറിവേപ്പിലയും അതേപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് 2 വറ്റൽമുളക് ഇട്ട് നമുക്കിത് ഈ താളിപ്പ് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ ഈ കറി. എനിക്ക് ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. കടച്ചക്ക കറി നല്ല ഇഷ്ടം, അതുപോലെ വറുത്തരച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ കായം പുരട്ടി വെച്ച മീനുണ്ടല്ലോ, അപ്പോൾ അത് പൊരിച്ചു കേട്ടോ. അത് പൊരിക്കൽ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്